ഓം ശാന്തി. മാനിഫെസ്റ്റേഷൻ്റെ മെത്തേഡിൽ കുറേ കാര്യങ്ങൾ സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നൊരു പുതിയ കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ജലം അഥവാ വെള്ളം, വാട്ടർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ 72% വെള്ളമായതുകൊണ്ട് തന്നെ വെള്ളം എന്ന മാധ്യമത്തിലൂടെ നമ്മുടെ ശരീരത്തിലും അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കാൻ സാധിക്കും. അതിലൂടെ തന്നെ നമ്മുടെ ബ്രെയിനിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. സൂക്ഷ്മ ഇന്ദ്രിയമായിരിക്കുന്ന മനസ്സിൻ്റെ മേലെ ഒരുപാട് പ്രഭാവം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് വെള്ളം. ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിലെ പഠനങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു മുഖ്യമായിരിക്കുന്ന കാര്യമാണ് ജൈസ അന്നു വൈസ മന്ന് പറയും. എങ്ങനെയുള്ള ആഹാരം കഴിക്കൂ അതുപോലെ ഇരിക്കും നമ്മുടെ മനസ്സെന്ന്. എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ സെൻറ്ററിലേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിൽ ഒരു ദുഃഖഭരിതമായിട്ടുള്ള അന്തരീക്ഷം കഴിഞ്ഞ ശേഷം ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു മരണത്തിന് ശേഷം ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി അമ്മ അടുക്കളയിൽ കിടക്കുമ്പോൾ കരഞ്ഞായിരുന്നു അമ്മ ആഹാരം ഉണ്ടാക്കിയിരുന്നത്. ആ കുഞ്ഞിന് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂറോളം ഈ കുട്ടി കരയും, രാത്രിയും ഈ കുട്ടി കരയായിരിക്കും. അതുകൊണ്ട് ഈ കുട്ടിക്കും എന്തെങ്കിലും സംഭവിക്കുന്നൊരു ഭയത്തോടു കൂടി അവർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്, വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അത്. അപ്പോൾ ആ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു നോക്കി, നിങ്ങൾ ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ആ കുഞ്ഞിൻ്റെ ഓർമ്മ വരും, എന്നെ വിട്ടുപോയ എൻ്റെ മോൻ്റെ ഓർമ്മ വരും. കരഞ്ഞിട്ടാണ് ഞാൻ ആഹാരം ഉണ്ടാക്കുക, അവൻ ഓർക്കാതെ ഉണ്ടാക്കാൻ സാധിക്കില്ല സിസ്റ്റർ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ ഓർത്ത് പോകുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക് അവരടുത്ത് പറഞ്ഞു. അവർ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ ഭക്തി ഗാനങ്ങളെ വെച്ചുകൊണ്ട് ആ പാട്ടിനെ ഓർത്ത് ഈശ്വരനെ ഓർത്ത് നിങ്ങളൊന്ന് ആഹാരം ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. എന്നിട്ട് മകൻ്റെ കരച്ചിൽ മാറുന്നില്ല എങ്കിൽ നമുക്കൊരു വേറെ എന്തെങ്കിലും ഒരു പ്രതിവിധി നോക്കാമെന്ന്. ഒരൊറ്റ ദിവസം കൊണ്ട് ആ കുട്ടി കരഞ്ഞിരുന്ന കുട്ടി കരച്ചിൽ മാറ്റി ആഹാരം കഴിക്കാനും സമാധാനമായിട്ട് രാത്രി ഉറങ്ങാനും തുടങ്ങി. കുഞ്ഞായതുകൊണ്ട് വളരെ വേഗത്തിൽ അവൻ്റെ മനസ്സിനെ എഫക്റ്റ് ചെയ്യാൻ സാധിച്ചു. കുട്ടികളാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, വലിയവരാകുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുറേ ഫീലിങ്സ്, ഭാവനകൾ വേറെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടെന്ന് വിശകലനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് ആഹാരം ഒരു മനുഷ്യൻ്റെ മനസ്സിലെ 50% വരെ പ്രഭാവം ഉണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല മെത്തേഡ് നിങ്ങൾ ഭഗവാന്റെ ഓർമ്മയിൽ ഉണ്ടാക്കി മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ട് ആഹാരം ഉണ്ടാക്കുകയും ആ ആഹാരം നിങ്ങൾ കഴിക്കുകയും നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ല രീതിയാണ്. എപ്പോഴും അമ്മമാരുടെ കയ്യിൽ മാജിക് ഉണ്ടെന്ന് പറഞ്ഞ കാരണം അതാണ്. അവർക്ക് മറ്റെല്ലാ മസാലയുടെ ഒപ്പം സ്നേഹം എന്ന മസാലയും ഒപ്പം ഭഗവാന്റെ സ്മൃതിയാകുന്ന മസാലയും കൂട്ടിച്ചേർത്തുകൊണ്ട് ശുദ്ധവും ശക്തവുമായിരിക്കുന്ന ആഹാരം വീട്ടിലെ ആളുകളെ കഴിപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് യാതൊരു സംശയവുമില്ല വീട്ടിലെ ആളുകളുടെ മനസ്സിലും സംസ്കാരത്തിലും സ്വഭാവത്തിലുമൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം ഈ ശരീരം എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് ഈ ആഹാരം കൊണ്ടല്ലേ മജോറിറ്റി. അതിലും 72% ജലമായതുകൊണ്ട് തന്നെ ജലം എന്ന് പറയുന്ന സാധനം വലിയ തത്വമാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള സാധനമാണ്. അപ്പോൾ മനസ്സിനെ ട്യൂൺ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് വേണ്ടി അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറിയ ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയം നിങ്ങൾക്കൊരു നൈറ്റ് മുഴുവൻ ഒരു വെള്ളത്തെ ചാർജ് ചെയ്ത് കുടിക്കാൻ സാധിക്കുമെങ്കിൽ ആ വാക്കുകൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നിന്ന് പ്രതിധ്വനി പോലെ നമ്മുടെ ബ്രെയിൻ എഫക്റ്റ് ചെയ്യുകയും മനസ്സിനെ സ്വാധീനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഒരു വാട്ടർ ബോട്ടിൽ ടെക്നിക്കാണ് ഇന്ന് സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ധനത്തെ ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ കൊണ്ട്, തിക്താനുഭവങ്ങളുടെ ഫലമായിട്ട് ഉപബോധ മനസ്സിലെ സങ്കടങ്ങൾ ആ ഒരു അവസ്ഥയിൽ, ആ ഒരു സ്റ്റേജിൽ നിലനിൽക്കാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾ ഒരുപാട് സഹായിക്കുന്ന ഘടകമാണ്. സപ്പോസ് നിങ്ങളുടെ കുട്ടി പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എങ്കിൽ ആ കുട്ടിയിൽ അനുസരണം കൊണ്ടുവരാൻ വേണ്ടിക്കൊണ്ട് അത് അവരുടെ ഉള്ള ആ ഒരു പ്രഭാവം ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് ഒരുപാട് സഹായിക്കുന്നൊരു ടെക്നിക്കാണ്. സ്വന്തം മനസ്സിൽ രാത്രി ടെൻഷൻ അടിക്കുന്നൊരു സ്വഭാവമാണ്, കൊച്ചു കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന സ്വഭാവമാണെങ്കിൽ നമ്മുടെ മനസ്സിന് ശക്തി പകരാൻ ഒരുപാട് സഹായിക്കുന്നൊരു ടെക്നിക്കാണ്. എന്തിനും ഏതിനും ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഞെട്ടുന്ന സ്വഭാവം, ഭയപ്പെടുന്ന സ്വഭാവം, അതായത് ഭയം എന്ന ഒരു നെഗറ്റീവ് ഫീലിംഗ് നിങ്ങളെ ഓവർ റൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഘടകമാണ്. എന്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. വേണ്ടത് മറ്റൊന്നും തന്നെയല്ല, ഈ രീതിയിൽ ഒരു ബോട്ടിൽ, ആ ബോട്ടിലിന് മേലെ
ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഞാനിതിൽ എഴുതിയിരിക്കുന്നത് ഐ ആം ദ മണി മാഗ്നറ്റ്, മണി ഫ്ലോസ് ടു മീ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി ആൻഡ് ഐ ആം അലൈൻഡ് വിത്ത് ദ ഡിവൈൻ എനർജി ഓഫ് അബണ്ടൻസ് എന്ന് ഞാൻ എഴുതിയിരിക്കുകയാണ്. ഇങ്ങനെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മണിയാണ് അട്രാക്ഷൻ വേണ്ടതെങ്കിൽ ഈ രീതിയിൽ എഴുതി വയ്ക്കുക. അതല്ല, ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം ഈ ഒരു കാര്യത്തിന്, നിങ്ങളുടെ കുട്ടി പറഞ്ഞ് അനുസരിക്കുന്നില്ല എങ്കിൽ എന്തൊരു അനുസരണയുള്ള നല്ല ശാന്തശീലനായ സൽസ്വഭാവിയായിരിക്കുന്ന പുത്രനാണ് എന്ന് എഴുതിയിട്ട് ആ കുട്ടിയുടെ പേര് എഴുതിയിട്ട് അവൻ ഇങ്ങനെയാണ് എന്ന് എഴുതിയിട്ട് വാട്ടർ ബോട്ടിന് മേലെ ഒട്ടിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയാണ് നിയന്ത്രിക്കേണ്ടതെങ്കിൽ ഞാൻ വളരെ ശാന്തവും സുന്ദരവുമായിരിക്കുന്ന ശക്തമായ മനസ്സിനുടമയാണ് എന്നൊരു പേപ്പറിൽ എഴുതിയിട്ട് ഈ വാട്ടർ ബോട്ടിന് മേലെ ഒട്ടിക്കുക. എന്താണോ നിങ്ങൾക്ക് വേണ്ട കാര്യം, ഈ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം, അതിന് സൊല്യൂഷൻ എന്താണോ, ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളതിന് ഈ വെള്ളത്തിൻ്റെ മേലെ ഇതുപോലെ ഒട്ടിച്ചേക്കണം. അധികവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വേറെ യാതൊരു രീതിയിലുള്ളതായിരിക്കുന്ന എഴുത്തുമില്ലാത്ത ഒരു ബോട്ടിൽ സെലക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി കുപ്പി തന്നെ ചില്ലിൻ്റെ തന്നെ വേണം നിർബന്ധമില്ല. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലാവുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇതുമേ എഴുത്തൊന്നുമില്ലാത്ത ഒരു ബോട്ടിൽ എടുക്കുന്നത് അനിവാര്യമാണ്. ഇങ്ങനെ ഒട്ടിച്ച ശേഷം നിങ്ങൾ ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ കുറച്ച് സമയം നിങ്ങളുടെ കയ്യിൽ ഈ വാട്ടർ ബോട്ടിൽ പിടിച്ചിട്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് വിഷൻ കാണുക, മനസ്സിൽ ഓർമ്മിക്കുക, ആഗ്രഹിക്കുക. അഥവാ അത് ജീവിക്കുന്നതായിട്ട് കുറച്ച് നിമിഷം ആ ഒരു കാര്യത്തിൽ അതുണ്ടായിരിക്കുന്നു. നല്ല മോനായിരിക്കുന്നു, എന്ത് അമ്മ വിളിക്കുമ്പോഴേക്കും അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഓടി വരുന്നു, എല്ലാം അനുസരിക്കുന്നു. അഥവാ നിങ്ങൾ ഭയങ്കര പവർഫുൾ മൈൻഡിൻ്റെ ഓണറായിട്ട് എന്ത് തന്നെ വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഫേസ് ചെയ്യുമെന്ന് പറയുന്നു. അഥവാ അൺലിമിറ്റഡ് ആയിരിക്കുന്ന ധനം വന്ന് ഹാപ്പിയസ്റ്റ് ആയിരിക്കുന്നു. ഏതാണോ നിങ്ങളുടെ ഡ്രീം, ഒരു റിലേഷൻ ആണെങ്കിൽ അത് മോശമായിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിലേഷൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഞാൻ എൻ്റെ ഏറ്റവും നല്ല ബന്ധത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കുക. അല്ലെങ്കിൽ അവർക്ക് എന്നോട് ഏറ്റവും വളരെയധികം സ്നേഹമാണ്, അവർ വളരെയധികം കെയറിങ് ആണ്, ആരെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് എഴുതുക. എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ മേലെ വയ്ക്കുക. എന്നിട്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അനുഭൂതി, ഫീലിംഗ്, ഒരു 1-2 മിനിറ്റ് സമയം ഈ വെള്ളം കയ്യിൽ പിടിച്ച ശേഷം നിങ്ങളതിന് ജീവൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിലെ ഓരോ കണങ്ങളും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹത്തിന് റിസീവ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ ശേഷം ആ വെള്ളം മറ്റാരും സ്പർശിക്കാൻ ഇടവരാത്ത രീതിയിൽ മൊബൈലോ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സോ ടച്ച് ചെയ്യാത്തതായിട്ടുള്ളൊരു സ്ഥലത്ത് ഈ വെള്ളത്തെ കൊണ്ടുപോയിട്ട് വെച്ചേക്കണം. വേറെ ആരും ആ വെള്ളത്തെ തൊടരുത്, അല്ലെങ്കിൽ ആരും ഇത് നോക്കി നിന്ന് വായിച്ചത് എഴുതി കമൻറ്റ് പറയാൻ ഇടവരുത്തരുത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ വെള്ളത്തിനെ വെച്ച ശേഷം രാത്രി മുഴുവൻ കഴിഞ്ഞ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വെള്ളം കുടിക്കുമല്ലോ, ആ കുടിക്കുന്ന സമയത്ത് ഈ വെള്ളം കുടിക്കാം. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ് ഒരു ബോട്ടിൽ വെള്ളം. ഇങ്ങനെ ദിവസവും രാത്രിയിൽ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമ്മുടെ ശരീരത്തിലെ കണങ്ങൾ അത് അനുസരിച്ചതായിട്ടുള്ള വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ കാര്യം നടന്നു എന്നതായിരിക്കുന്ന ഒരനുഭവം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ മെൻ്റൽ മൂവി ക്രിയേറ്റ് ചെയ്തതാണോ ആക്ച്വൽ അതുള്ളതാണോ എന്ന് അതിനറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം നടന്നു എന്നാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രകമ്പനങ്ങൾ പുറപ്പെടുവിക്കുകയും വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് ആ കാര്യം നടന്നു കിട്ടുകയും ചെയ്യും. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ ടെക്നിക്ക് ചെയ്യണം. നമ്മുടെ സ്വപ്നത്തിലേക്ക് വളരെ വേഗത്തിൽ നടന്നെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.